Okay, so we continue our discussion on differentiability of a complex function. നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് ഇപ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. സോ വി സ്റ്റാർട്ട് വിത്ത് എ ഫംഗ്ഷൻ വിച്ച് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ ഗിവൻ പോയിന്റ്. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് സെഡിൻ്റെ റിയൽ പാർട്ടിനെ ഞാൻ യു എന്ന് വിളിച്ചു, യു ഓഫ് എക്സ് വൈ പ്ലസ് ഇമാജിനറി പാർട്ടിന് വി എന്ന് പേര് കൊടുത്തു. യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ ഈസ് ഡിഫറൻഷ്യബിൾ. ഈ ഫംഗ്ഷൻ z എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്കറിയാം. ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിമിറ്റ് ഓഫ് ദ റേഷ്യോ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഈ റേഷ്യോൻ്റെ ലിമിറ്റ് ആസ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഈ ഡെൽറ്റ സെഡ് സീറോയിലേക്ക് ഏത് മാനറിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ റേഷ്യോൻ്റെ ലിമിറ്റ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ആ കോൺസ്റ്റൻറ്റ് വാല്യൂവിനെയാണ് നമ്മൾ എഫ് ഡാഷ് ഇസഡ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് വി കോൾ ഇറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് അറ്റ് ദ പോയിന്റ് ഇസഡ്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ഈ ഈ ഡിഫറൻസ് റേഷ്യോ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. എഫ് സെഡിന് യു പ്ലസ് ഐ വി എന്നുള്ള ആ എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൗ വാട്ട് ഈസ് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ്? എന്താണ് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് വരിക? എഫ് ഓഫ് സെഡ് യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ ആണെങ്കിൽ സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ, ഓക്കെ, പ്ലസ് ഐ വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ. ഇതാണ് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ്. പ്ലീസ് നോട്ട് ദാറ്റ് സെഡ് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. ഓക്കെ, എക്സിലും വൈയിലുള്ള ചേഞ്ചസുകളാണ് ഡെൽറ്റ സെഡിൽ എഫക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ റിയൽ പാർട്ട് എക്സിൻ്റെ ചേഞ്ച്, ഇമാജിനറി പാർട്ട് സെഡിലെ ഇമാജിനറി പാർട്ടിനുള്ള കറസ്പോണ്ടിങ് ചേഞ്ചാണ് അത് ഉദ്ദേശിക്കുന്നത്. സോ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഹാസ് ദിസ് എക്സ്പ്രഷൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് റേഷ്യോ ദെൻ? therefore f of z plus delta z minus f of z whole divided by delta z എന്ന് പറയുന്ന ഈ റേഷ്യോ എന്തായിട്ട് മാറും? ഇതിനെ യുവിലും വിയിലും എഴുതുമ്പോൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡിൻ്റെയും എഫ് ഓഫ് സെഡിൻ്റെയും ഡിഫറൻസ് ആണ്. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡിൻ്റെ റിയൽ പാർട്ട് മൈനസ് എഫ് ഓഫ് സെഡിൻ്റെ റിയൽ പാർട്ട്, അതായത് യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് വൈ. ഇതാണ് ന്യൂമറേറ്ററിൻ്റെ റിയൽ പാർട്ട് വരിക. പ്ലസ് ഇമാജിനറി പാർട്ട് എന്ത് വരും? വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഓഫ് എക്സ് വൈ. ഓക്കെ, ദിസ് വിൽ ബി ദ ഇമാജിനറി പാർട്ട് ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? ഡെൽറ്റ സെഡ് ഉണ്ട്. ഡെൽറ്റ സെഡിനെ അപ്പോൾ തൽക്കാലം ഞാൻ ഡെൽറ്റ സെഡ് എന്ന് തന്നെ വിളിക്കുന്നു. അപ്പോൾ ഈ റേഷ്യോ നമ്മൾ യുവിലും വിയിലും എക്സ്പ്ലിസിറ്റ് ആയിട്ട് എടുത്ത് എഴുതിയെന്ന് മാത്രം. നമുക്കറിയാം ഈ ഫംഗ്ഷൻ സെഡിൽ ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് ഈ റേഷ്യോൻ്റെ ലിമിറ്റ് ഡെൽറ്റ സെഡ് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴെല്ലാം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിലേക്ക് അഥവാ എഫ് ഡാഷ് ഇസഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഡെൽറ്റ സെഡിനെ സീറോയിലേക്ക് ഏത് മാനറിൽ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യിപ്പിക്കാം. നമ്മൾ എടുക്കുന്നു ഹൊറിസോണ്ടൽ ആക്സിസിലൂടെ അഥവാ റിയൽ ആക്സിസിലൂടെ ഡെൽറ്റ സെഡ് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ് എന്ന് നമുക്കൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. നൗ letting delta z to 0 along the real axis. ഓക്കെ, റിയൽ ആക്സിസിൽ എന്താണ് സംഭവിക്കുന്നത്? ഡെൽറ്റ സെഡ് സീറോയിലേക്ക് റിയൽ ആക്സിസിലൂടെ മൂവ് ചെയ്യുമ്പോൾ റിയൽ ആക്സിസിലുള്ള കോംപ്ലക്സ് നമ്പറുകളുടെ പ്രത്യേകത എന്താണ്? അവരുടെ ഇമാജിനറി പാർട്ട് സീറോ ആയിരിക്കും. സോ ദിസ് മീൻസ് ദാറ്റ് ഡെൽറ്റ സെഡിൻ്റെ ഇമാജിനറി പാർട്ട് അഥവാ ഡെൽറ്റ വൈ സീറോ ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിട്ട് മാറും? ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈയിൽ ഡെൽറ്റ വൈ സീറോ ആയാൽ പിന്നെ ഡെൽറ്റ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഡെൽറ്റ സെഡ് ടെൻസ് ടു സീറോ മീൻസ് ദാറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ. ഓക്കെ, ദെർഫോർ അപ്പോൾ ഈ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഈ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ ഉപയോഗിക്കാം. അപ്പോൾ എന്ത് കിട്ടും? സോ വി ഹാവ് ദെർഫോർ ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു സീറോ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഈ റേഷ്യോൻ്റെ ലിമിറ്റ് ആസ് ഡെൽറ്റ സെഡ് ടെൻസ് ടു സീറോ എലോങ് ദി റിയൽ ആക്സിസ് എന്ത് വരും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ സെഡ് സീറോയിലേക്ക് റിയൽ ആക്സിസിലൂടെ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഡെൽറ്റ എക്സ് സീറോയിലേക്ക് പോകുന്നതാണ്. യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈയിൽ ഡെൽറ്റ വൈ സീറോ ആയിപ്പോയി. സോ വൈ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. മൈനസ് യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ്
x plus delta x comma y plus delta y delta y 0 ആയി minus v of xy. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും, ഡെൽറ്റ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡെൽറ്റ വൈ 0 ആയിട്ട് പോയതുകൊണ്ട്. ഈ റൈറ്റ് സൈഡിലുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്, അത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഈ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എഴുതാം. ഓക്കെ, രണ്ട് ലിമിറ്റായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. So let me split this like this. Limit delta x tends to 0, u of x plus delta x comma y minus u of xy whole divided by delta x. Okay, ഇതിൻ്റെ ലിമിറ്റ് പ്ലസ് I into limit as delta x tends to 0 of v of x plus delta x comma y minus v of xy whole divided by delta x. ഇങ്ങനെ രണ്ട് ലിമിറ്റായിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എഴുതാം. പക്ഷേ ഇതിൽ ആദ്യത്തെ ലിമിറ്റ് നോക്കൂ, ഇതെന്താണ്, ദിസ് ഇസ് പ്രിസൈസ്ലി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ. യുവിൻ്റെ ഡിഫറൻസുകളാണ്. യു എന്ന് പറയുന്നത് എക്സിലും വൈയിലുള്ള രണ്ട് വേരിയബിളിലുള്ള ഒരു റിയൽ ഫംഗ്ഷനാണ്. ആ റിയൽ ഫംഗ്ഷനിലെ ഈ ഡിഫറൻസിൻ്റെ പ്രത്യേകത എന്താ, ഇതിൽ വൈയിൽ ചേഞ്ച് വന്നിട്ടില്ല, എക്സിലാണ് ചേഞ്ച്. എക്സിൽ ഉള്ള ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻസുകളുടെ റേഷ്യോ ആണ് ഈ കാണുന്നത്. So this is precisely the definition of partial derivative of u with respect to x. So the first limit is partial derivative of u with respect to x. Okay, plus I into, similarly what about this limit, this will be the partial derivative of v with respect to x. So partial dv by dx. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയ, ഈ ലിമിറ്റ് റിയൽ ആക്സിസിലൂടെ മൂവ് ചെയ്യിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ പാർഷ്യൽ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു പാർഷ്യൽ ഡി വി ബൈ ഡി എക്സ് ആണ്. ഇനി ഏതിലൂടെ ഡെൽറ്റ സെഡ് സീറോയിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തിൻ്റെ വാല്യൂ തന്നെയാണ്, ഡെറിവേറ്റീവിൻ്റെ വാല്യൂ തന്നെയാണ്. സോ ആക്ച്വലി വാട്ട് വി ഹാവ് ഗോട്ട് an expression for f dash z, that is f dash z equal to partial du by dx plus I into partial dv by dx. ഓക്കെ, സോ ഡെറിവേറ്റീവ് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ z എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. അതിൻ്റെ റിയൽ പാർട്ടിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഇമാജിനറി പാർട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിൻ്റെ അപ്പോൾ എഫിൻ്റെ റിയൽ പാർട്ടിൻ്റെയും ഇമാജിനറി പാർട്ടിൻ്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡെറിവേറ്റീവിൻ്റെ എക്സ്പ്രഷൻ എഴുതാം എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതുപോലെ ഡെൽറ്റ സെഡിനെ സീറോയിലേക്ക് ഇമാജിനറി ആക്സിസിലൂടെ ഒന്ന് അപ്രോച്ച് ചെയ്യിപ്പിച്ചാൽ നമുക്ക് വീണ്ടും ഒരു എക്സ്പ്രഷൻ കിട്ടും. അതെന്താണെന്ന് നോക്കാം. ഓക്കെ, സോ letting delta z tends to 0 along the imaginary axis. ഇമാജിനറി ആക്സിസിലൂടെ ഡെൽറ്റ സെഡിനെ സീറോയിലേക്ക് ടെൻഡ് ചെയ്യിപ്പിക്കുക. ഇമാജിനറി ആക്സിസിൽ എന്താണ് പ്രത്യേകത, ഇമാജിനറി ആക്സിസിൽ റിയൽ പാർട്ടുകൾ സീറോ ആയിരിക്കും. സോ ഓൺ ഇമാജിനറി ആക്സിസ് ഡെൽറ്റ സെഡിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് സീറോ വരും. അപ്പോൾ ഡെൽറ്റ സെഡ് എന്തായിട്ട് മാറും, ഡെൽറ്റ സെഡ് വിൽ ബി ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈയിൽ ഡെൽറ്റ എക്സ് സീറോ ആകുമ്പോൾ ദിസ് വിൽ ബി ഐ ഡെൽറ്റ വൈ. സോ ദാറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു സീറോ മീൻസ് ദാറ്റ് ഐ ഡെൽറ്റ വൈ ടെൻസ് ടു സീറോ, ദാറ്റ് മീൻസ് ഡെൽറ്റ വൈ ടെൻസ് ടു സീറോ. അപ്പോൾ ഡെൽറ്റ സെഡ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ വൈ ആണ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുന്നത്. ഓക്കെ, therefore limit of the ratio, limit as delta z tends to 0 of f of z plus delta z minus f of z by delta z, അതായത് നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ആ എക്സ്പ്രഷൻ. ഓക്കെ, ഈ ലിമിറ്റ് ഡെറിവേറ്റീവ് ആണ്, f dash z ആണ്. അതിനെ നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, ലിമിറ്റ് ആസ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 u of x plus delta x ൻ്റെ ഡെൽറ്റ എക്സ് സീറോ ആയിപ്പോയി. സോ u of x കോമ y plus delta y minus u of xy plus, so this will be the numerator, plus I into v of x comma y plus delta y minus v of xy whole divided by denominator delta z എന്ന് പറയുന്നത് എന്തായിട്ട് വരും, I ഡെൽറ്റ വൈ എന്നായിട്ട് മാറും. നേരത്തെ ചെയ്ത പോലെ നമുക്കറിയാം ഈ റൈറ്റ് സൈഡിലുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് രണ്ട് ലിമിറ്റുകളുടെ സമ്മായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 u of x comma y plus delta y minus u of xy divided by I delta y. ആ I എന്ന് പറയുന്നത് ഞാൻ ആദ്യം എഴുതുന്നു, 1 by I delta y ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, പ്ലസ് I into
I into limit delta y tends to 0 v of x plus delta x and x മാത്രമേ ഉള്ളൂ x comma y plus delta y minus v of xy whole by I delta y. Okay, I delta y, right? പക്ഷേ ഈ രണ്ടാമത്തെ ലിമിറ്റിൽ നോക്കൂ, ഇവിടെയുള്ള ഈ ഐയും അതുപോലെ ഈ ഐയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, റൈറ്റ്? സോ വി ഷാൽ ക്യാൻസൽ ദിസ് ഐ ആൻഡ് ദിസ് ഐ, സോ ദാറ്റ് വിൽ ബി ലിമിറ്റ്, അവിടെ ഐ ഉണ്ടാവില്ല. സോ ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 വി ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഓഫ് എക്സ് വൈ ബൈ ഡെൽറ്റ വൈ. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ആദ്യത്തെ ലിമിറ്റ് എന്താണ്? സോ 1/i, വാട്ട് ഈസ് ദിസ് ലിമിറ്റ്? ഇവിടെ നോക്കൂ, ദിസ് ഇസ് പ്രിസൈസ്ലി ദ ഡെഫിനിഷൻ ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈ. കാരണം എക്സ് കോർഡിനേറ്റിൽ ചേഞ്ച് ഇല്ല, വൈ കോർഡിനേറ്റിലുള്ള ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻസിൻ്റെ റേഷ്യോ ആണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് പ്രിസൈസ്ലി ദ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈ. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈ പ്ലസ് അതുപോലെ ഇതോ, ദിസ് വിൽ ബി ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു വൈ. ഇവിടെ ഐ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ, ഇനി വീണ്ടും 1/i നമുക്ക് നെഗറ്റീവായി എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഐയുടെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ഐ ആണ്. ഐ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ ബൈ ഐ സ്ക്വയർ എന്ന് വരും. ഐ സ്ക്വയർ നെഗറ്റീവ് 1 ആണ്. സോ ദിസ് വിൽ ബി നെഗറ്റീവ് ഐ. സോ കീപ്പ് ഇൻ മൈൻഡ് 1/i ഈസ് നെഗറ്റീവ് ഐ. അപ്പോൾ 1/i എനിക്ക് നെഗറ്റീവ് ഐ എന്ന് എഴുതാം. നെഗറ്റീവ് ഐ ടൈംസ് പാർഷ്യൽ ഡി യു ബൈ ഡി വൈ പ്ലസ് പാർഷ്യൽ ഡി വി ബൈ ഡി വൈ. അപ്പോൾ ഡെൽറ്റ സെഡിനെ സീറോയിലേക്ക് ഇമാജിനറി ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്യിപ്പിച്ചപ്പോൾ നമുക്ക് ഈ റേഷ്യോൻ്റെ ലിമിറ്റ് അഥവാ ഡെറിവേറ്റീവിൻ്റെ എക്സ്പ്രഷൻ കിട്ടിയത് നെഗറ്റീവായി ഡി യു ബൈ ഡി വൈ പ്ലസ് പാർഷ്യൽ ഡി വി ബൈ ഡി വൈ എന്നാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എഫ് ഡാഷ് ഇസഡ്, ദ സെയിം ഫംഗ്ഷൻ എഫ് ഡാഷ് ഇസഡ് ഈസ് പാർഷ്യൽ ഡി വി ബൈ ഡി വൈ, ദാറ്റ് ഈസ് റിയൽ പാർട്ട് ഞാൻ ആദ്യം എഴുതി, പ്ലസ് ഇമാജിനറി പാർട്ട് എന്താണ്? നെഗറ്റീവ് ഡി യു ബൈ ഡി വൈ എന്നാണ്. ഓക്കെ, സോ ദിസ് ഇസ് another expression for the derivative. So I call this as number 2, right? Second equation. പക്ഷേ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും എക്സ്പ്രഷൻ എന്തിനെ തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? സെയിം വാല്യൂവിനെയാണ്, അഥവാ എഫിൻ്റെ ഡെറിവേറ്റീവിനെയാണ്. ഇതൊരു വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെയും രണ്ടാമത്തെയും എക്സ്പ്രഷൻ ഐഡൻറ്റിക്കൽ ആയിരിക്കണം. ഓക്കെ, സിൻസ് എഫ് ഡാഷ് ഇസഡ് ഈസ് യുണീക്ക്. എന്തുകൊണ്ടാണ് യുണീക്ക് എന്ന് പറയുന്നത്? കാരണം ഡെറിവേറ്റീവ് ഉണ്ട്, ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ ഡെറിവേറ്റീവിന് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. സോ എഫ് ഡാഷ് ഇസഡ് ഈസ് യുണീക്ക്, ബോത്ത് 1 and 2 or 1 and 2 are identical. Okay, 1 and 2 are identical. 1 and 2 are identical എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ മീനിങ്? ഫസ്റ്റ് വൺ, ഇക്വേഷൻ 1ൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു പാർഷ്യൽ ഡി വി ബൈ ഡി എക്സ് ആയിരുന്നു, റൈറ്റ്? ഈക്വൽ ടു രണ്ടാമത്തേതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡി വി ബൈ ഡി വൈ പ്ലസ് ഐ നെഗറ്റീവ് പാർഷ്യൽ ഡി യു ബൈ ഡി വൈ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഇത് രണ്ടും ഈക്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ട് കോംപ്ലക്സ് എക്സ്പ്രഷൻസ് ആണല്ലോ. രണ്ട് കോംപ്ലക്സ് എക്സ്പ്രഷൻസ് ഈക്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിയൽ പാർട്ടുകൾ ഈക്വൽ ആയിരിക്കണം, അതുപോലെ ഇമാജിനറി പാർട്ടുകളും ഈക്വൽ ആയിരിക്കണം. Equating the real part, we get partial du by dx equal to partial dv by dy and partial dv by dx equal to partial dv by dx equal to negative partial du by dy. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കണ്ടീഷൻ ഇപ്പോൾ. അതായത് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും യുവും വിയും ഈ പെയർ ഓഫ് ഇക്വേഷൻസ്, ഇത് ഇക്വേഷൻസ് ആണ്, പെയർ ഓഫ് ഇക്വേഷൻസിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. സോ ദിസ് ഈസ് എ പെയർ ഓഫ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന് പറയുന്ന പേരാണ് കോഷി-റീമാൻ ഇക്വേഷൻസ്. ഓക്കെ, സോ വി ഗോട്ട് ദാറ്റ് partial du by dx equal to partial dv by dy and partial du by dy equal to negative partial dv by dx. ഈ പെയർ ഓഫ് ഇക്വേഷൻസ് ഇത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് യുവിൻ്റെയും വിൻ്റെയും ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. അതുകൊണ്ട് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ഇവർ. ഈ രണ്ട് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് കോഷി-റീമാൻ ഇക്വേഷൻസ്.
കോഷി ആൻഡ് റീമാൻ രണ്ട് മാത്തമാറ്റീഷ്യൻസ് ആണ്. അവരുടെ പേരിലാണ് ഈ ഇക്വേഷൻസ് അറിയപ്പെടുന്നത്. സി ആർ ഇക്വേഷൻസ് എന്ന് അബ്രീവേറ്റ് ചെയ്യുകയും ചെയ്യാം. സി സ്റ്റാൻഡ്സ് ഫോർ കോഷി, ആർ സ്റ്റാൻഡ്സ് ഫോർ റീമാൻ. സോ സി ആർ ഇക്വേഷൻസ് ഓർ കോഷി റീമാൻ ഇക്വേഷൻസ് എന്നുള്ളതാണ് ഈ ഇക്വേഷൻസിന് പറയുന്ന പേര്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, യു പ്ലസ് ഐ വി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും യുവും വിയും ഈ പെയർ ഓഫ് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഷുഡ് ബി ഈക്വൽ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു വൈ, ആൻഡ് യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ഷുഡ് ബി ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് യു റിയൽ പാർട്ടിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും, ഇമാജിനറി പാർട്ടിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും ആയിട്ട് റിലേറ്റഡ് ആണ്. എങ്ങനെയാണ് റിലേറ്റഡ് ആവുന്നത്? ഓപ്പോസിറ്റ് വേരിയബിളിലാണ് അത് റിലേറ്റഡ് ആവുന്നത്. യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈനോട് ഈക്വലാണ്. യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ വിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ നെഗറ്റീവിനോടാണ് ഈക്വൽ ആവുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ. സോ ദിസ് ഈസ് എ നെസസറി കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് ഈസ് കോൾഡ് കോഷി റീമാൻ ഇക്വേഷൻസ്. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു ഫംഗ്ഷനും എന്ത് ചെയ്യാൻ പറ്റില്ല, എന്താവാൻ പറ്റില്ല, ഡിഫറൻഷ്യബിൾ ആവാൻ പറ്റില്ല. ഓക്കെ, so let's state this as a theorem. Okay, so this is a necessary condition for differentiability. If f of z equal to u plus iv is differentiable at z, then u equal to real part of f and v equal to imaginary part of f must satisfy the Cauchy-Riemann equations given by ux equal to vy and uy equal to negative x at the point z. Okay, at the point z, at z. ഓക്കെ, ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ നേരത്തെ ഡിസ്കഷനിൽ പറഞ്ഞത്. ഇനി അപ്പോൾ ഈ കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഫംഗ്ഷൻ എന്താവില്ല, ഡിഫറൻഷ്യബിൾ ആവില്ല. പക്ഷേ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മാത്രം ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയാനും പറ്റില്ല. പക്ഷേ കോഷി റീമാൻ ഇക്വേഷൻസിൻ്റെ സാറ്റിസ്ഫാക്ഷനോടൊപ്പം ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസും കൂടെ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്നുള്ളത്. സോ വി സ്റ്റേറ്റ് ദാറ്റ് തിയറം ഓൾസോ. Sufficient condition for differentiability, sufficient condition for differentiability. So here is the sufficient condition for differentiability. The function f of z equal to u plus iv is differentiable at z if the following conditions are satisfied. Condition number 1, u sub x, u sub y, v sub x, v sub y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. u sub x stands for partial derivative of u with respect to x. u sub y stands for partial derivative of u with respect to y. Similarly, vx and vy are partial derivatives of v with respect to x and y respectively. All these first order partial derivatives exist and continuous at z. അപ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യും വേണം, കണ്ടിന്യൂസ് ആവുകയും വേണം സെഡിൽ. അത് ആദ്യത്തെ കണ്ടീഷൻ. ഒപ്പം രണ്ടാമത്തെ കണ്ടീഷൻ കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതോടൊപ്പം അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടിന്യൂസും കൂടെ ആണെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ ഇത് ഈ തിയറം തരുന്നത്. അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഐഡൻറ്റിഫൈ ചെയ്യുക. റിയൽ പാർട്ടിൻ്റെയും ഇമാജിനറി പാർട്ടിൻ്റെയും 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, അതായത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് യു എക്സ് യു വൈ വി എക്സ് വി വൈ, ഈ 4 എണ്ണം കണ്ടുപിടിക്കുക. ഈ 4 എണ്ണം എക്സിസ്റ്റ് ചെയ്യുകയും കണ്ടിന്യൂസ് ആവുകയും ചെയ്യുന്നു എന്ന് കൺഫേം ചെയ്യുക. ഒപ്പം കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ള വെരിഫിക്കേഷനും കൂടെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം, ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സെഡ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഡു സം പ്രോബ്ലംസ് ഇൻ ദിസ് ലൈൻ. So first problem, show that f of z equal to z is differentiable at all points. Identity function. നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ ഈ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡെറിവേറ്റീവിൻ്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് എല്ലാ പോയിന്റിലും അത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം കോഷി റീമാൻ ഇക്വേഷൻസിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് അപ്ലൈ ചെയ്യാം. സോ ഇത് അതിനുവേണ്ടി എന്ത് വേണം, നമുക്ക് ഇതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആവശ്യമുണ്ട്. സോ റൈറ്റിംഗ് എഫ് സെഡ് in terms of the real part and imaginary part. So f of z equal to z, that is equal to x plus iy. So what is u? Therefore u, that is the real part of f. Real part of f is x. Okay, and v, what is v? Imaginary part of f. What is that? y. Okay, ഇനി നമുക്ക് യുവിൻ്റെ 2 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അഥവാ യു എക്സ് കാണാം. യു എക്സ് എന്താണ് 1,
അല്ലേ? യു എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ യുവിൻ്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് 1. യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്താണ് വരിക? ദാറ്റ് ഈസ് 0 ബിക്കോസ് യുവിൽ വൈൻ്റെ ടേംസ് ഒന്നുമില്ല. അതുപോലെ വിയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വി എന്ന് പറയുന്നത് വൈ ആയതുകൊണ്ട് വി എക്സ് എന്ന് പറയുന്നത് 0 വരും. വി വൈ എന്ത് വരും? വി വൈ ഈക്വൽ ടു 1. ഓക്കെ, വി വൈ ഈക്വൽ ടു 1. ഓക്കെ, സോ ഈ യു എക്സ് യു വൈ വി എക്സ് വി വൈ എന്നൊക്കെ പറയുന്ന കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂറ്റി വന്നു അവിടെ. സോ all are continuous. Okay, all are continuous everywhere, okay, at all points, because they are constants. So continuity നമ്മൾ കൺഫേം ചെയ്തു. ഇനി വാട്ട് അബൌട്ട് കോഷി റിമാൻ ഇക്വേഷൻസ്? യു എക്സ് വി വൈ ആണോ? യെസ്, യു എക്സ് ഈക്വൽ ടു വി വൈ, രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ കുറച്ച് എളുപ്പമുണ്ടാവും. യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ വി എക്സിൻ്റെ നെഗറ്റീവ് ആണോ? യെസ്, യു വൈ 0 വി എക്സ് 0. അപ്പോൾ യു വൈ ഈക്വൽ ടു നെഗറ്റീവ് വി എക്സ് എന്നുള്ളതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓൾസോ കോഷി റിമാൻ ഇക്വേഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. യു എക്സ് ഈക്വൽ ടു വി വൈ, okay, they are same, and uy equal to negative vx. Okay, that is CR equations are satisfied. CR equations are satisfied. CR equations are satisfied. Okay, therefore f of z equal to z is differentiable at every point. Is differentiable at all points. Okay, എല്ലാ പോയിന്റ്സിനും ഡിഫറൻഷ്യബിൾ ആണ്. Next problem, show that f of z equal to mod z square is differentiable only at z equal to 0. z equal to 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമേ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവൂ എന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഒന്ന് എഴുതാം. സോ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് z equal to mod z square. വാട്ട് ഈസ് ദാറ്റ്? mod z എന്ന് പറയുന്നത് എന്താണ്? mod z square എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലേ? z equal to എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ mod z സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ബിക്കോസ് mod z ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ mod z square is x square plus y square. So what is u function? Therefore u, that is real part of f. Real part of f is x square plus y square. And v function, v is imaginary part of f. Imaginary part of f എന്താണ്? 0 ആണ്. ഇമാജിനറി പാർട്ട് ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണാം. സോ യു സബ് എക്സ് എന്ന് വരും. യു സബ് എക്സ്, യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഈസ് 2x. യു സബ് വൈ 2y. ഓക്കെ, വി സബ് എക്സ്, വി എന്നുള്ളത് 0 ആയതുകൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് രണ്ടും 0 ആണ് വരുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂറ്റിയുടെ സംശയമില്ല, കാരണം യു എക്സ് യു വൈ എന്നൊക്കെ പറയുന്നത് പോളിനോമിയൽസ് ആണ്. 2x 2y പോളിനോമിയൽസ് ആണ്, 0 കോൺസ്റ്റൻസ് ആണ്. സോ ഓൾ ആർ കണ്ടിന്യൂസ്, ഓൾ ആർ കണ്ടിന്യൂസ്, ഓൾ ആർ കണ്ടിന്യൂസ് എവരിവെയർ. ഓക്കെ, എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂറ്റിക്ക് പ്രശ്നമൊന്നുമില്ല അറ്റ് ഓൾ പോയിൻറ്റ്സ്. ഓക്കെ, എല്ലാ പോയിൻറ്റ്സിനും കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂറ്റിക്ക് കുഴപ്പമില്ല. പക്ഷേ കോഷി റിമാൻ ഇക്വേഷൻസ് എവിടെ സാറ്റിസ്ഫൈ ചെയ്യുക? യു എക്സ് വി വൈ ആകണം. യു എക്സ് ഈക്വൽ ടു വി വൈ ആവണമെങ്കിൽ 2x ഈക്വൽ ടു 0 ആവണം. നൗ വെരിഫൈങ് CR equations. CR equations വെരിഫൈ ചെയ്യാം. യു എക്സ് ഈക്വൽ ടു വി വൈ, യു എക്സ് ഈക്വൽ ടു വി വൈ ആകുന്നത് എപ്പോഴാണ്? 2x 0 ആകുമ്പോഴാണ്. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. ഓക്കെ, ഇനി യു വൈ ഈക്വൽ ടു നെഗറ്റീവ് വി എക്സ് ആകണം. രണ്ടാമത്തെ ഇക്വേഷൻ യു വൈ എന്താണ്? 2y ആണ്. നെഗറ്റീവ് വി എക്സ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. നെഗറ്റീവ് 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y 0 ആവണം. ഓക്കെ, സോ ദിസ് മീൻസ് ദാറ്റ് CR equations are satisfied. CR equations are satisfied എപ്പോഴാണ്? are satisfied only when x equal to 0 and y equal to 0. എക്സും വൈയും 0 ആകുമ്പോഴാണ്. ദാറ്റ് ഈസ് വെൻ z equal to 0 അല്ലേ? z equal to 0 ആകുമ്പോൾ മാത്രമേ CR equations സാറ്റിസ്ഫൈ ഉള്ളൂ. കണ്ടിന്യൂറ്റി, പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ കണ്ടിന്യൂറ്റി എല്ലാ പോയിന്റുകളിലും ഉണ്ട്. പക്ഷേ CR equations സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എക്സും വൈയും 0 വരണം. അഥവാ z equal to 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമേ CR equation സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അപ്പോൾ ഈ പോയിന്റിൽ മാത്രമേ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുകയുള്ളൂ. So f of z equal to mod z square is differentiable only at z equal to 0. Okay. Next one, show that f of z equal to z bar is nowhere differentiable. എവിടെയും ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കാണിക്കണം. എങ്ങനെ കാണിക്കാം? സോ ഇതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും എഴുതാം. സോ എഫ് ഓഫ് z ഈക്വൽ ടു z ബാർ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് ഐ വൈ ആണല്ലോ.
So what is the real part? U equal to real part of f, that is equal to x. V equal to imaginary part of f, that is equal to negative y. Okay. Therefore നമുക്ക് partial derivatives കാണാം. U sub x എന്ന് വരും. U sub x is 1. U sub y equal to 0. Okay. V sub x equal to 0. V sub y equal to negative 1. So ഇതിൻ്റെ കണ്ടിന്യൂറ്റിക്കൊന്നും യാതൊരു കുഴപ്പമില്ല. All are continuous. All are continuous everywhere അല്ലേ? എല്ലായിടത്തും കണ്ടിന്യൂറ്റി ഉണ്ട്. All are continuous everywhere because they are constants. Okay. Because they are constants. പക്ഷേ കോഷി-റീമാൻ ഇക്വേഷൻസ് ഓക്കെ ആവുന്നുണ്ടോ? നോക്കൂ, യു എക്സ് ഈക്വൽ ടു വി വൈ ആകണം. പക്ഷേ യു എക്സ് 1 ആണ്, വി വൈ നെഗറ്റീവ് 1 ആണ്. സോ ദേ ആർ നോട്ട് ഈക്വൽ. ബട്ട് യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ. സി ആർ ഇക്വേഷൻസിലെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ അടുത്തതിന് നോക്കേണ്ട കാര്യമില്ല. അത് ശരിയാണെങ്കിലും നമുക്ക് വെരിഫൈ പറയാൻ പറ്റും കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കാരണം യു എക്സ് വി വൈനോട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ, ബട്ട് യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ. യു എക്സ് വി വൈനോട് ഈക്വൽ ആവുന്നില്ല. ഓക്കെ, എല്ലാ പോയിന്റിലും അത് 1ഉം നെഗറ്റീവ് 1 ആണ്. അപ്പോൾ ഒരിടത്തും ഇത് ഈക്വൽ ആവുന്നില്ല. സോ യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ അറ്റ് എവറി പോയിന്റ്സ്, അറ്റ് ഓൾ പോയിന്റ്സ്. ഓക്കെ, അറ്റ് ഓൾ പോയിന്റ്സ്. ദറ്റ് ഈസ് CR equations are not satisfied. CR equations are not satisfied. Are not satisfied at any point. ഒരു പോയിന്റിലും CR equations satisfy ചെയ്യുന്നില്ല. Therefore, f of z equal to z bar is nowhere differentiable. Is nowhere differentiable. എവിടെയും ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി നമ്മൾ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നോക്കി അവരുടെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് മാത്രം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിലെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്തത്. ഓക്കെ, ഇനി ഡിഫറൻഷ്യബിൾ ആണെന്ന് ഉറപ്പാണെങ്കിൽ അതിന് ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം? യു എക്സ് പ്ലസ് ഐ വി വൈ, യു എക്സ് പ്ലസ് ഐ വി എക്സ് എന്നുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയും ചെയ്യാം. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. See, so we have the Cauchy-Riemann equation. So if so please note that if f of z equal to u plus iv is differentiable at z, then its derivative is given by any of the following equations or formula. First one, f dash z equal to നമ്മൾ നെസസറി കണ്ടീഷൻ ഡിറൈവ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പ്രഷൻ യു എക്സ് പ്ലസ് ഐ വി എക്സ്. ഓക്കെ, partial derivative of u with respect to x plus I into partial derivative of v with respect to x. ഇനി ഇത് തന്നെ നമുക്ക് കോഷി-റീമാൻ ഇക്വേഷൻസ് വെച്ചിട്ട് മാറ്റാം. യു എക്സിന് വി വൈ എന്നും യു വൈക്ക് നെഗറ്റീവ് വി എക്സ് എന്നും കൊടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുമ്പോൾ എഫ് ഡാഷ് ഇസഡ് രണ്ടാമത്തെ എക്സ്പ്രഷൻ യു എക്സിന് പകരം നമുക്ക് വി വൈ കൊടുക്കാം. സോ വി വൈ പ്ലസ് ഐ വി എക്സ്, ഇത് രണ്ടാമത്തെ എക്സ്പ്രഷൻ. മൂന്നാമതൊരു എക്സ്പ്രഷൻ നമുക്കിവിടെ ഇതിലുള്ള യു എക്സ് പ്ലസ് ഐ വി എക്സിന് വി എക്സിന് പകരം നെഗറ്റീവ് യു വൈ എന്ന് കൊടുക്കാം. സോ യു എക്സ് പ്ലസ് ഐ ഇൻറ്റു നെഗറ്റീവ് യു വൈ. ഓക്കെ, ഐ മൈനസ് യു വൈ ഓർ യു എക്സ് മൈനസ് ഐ യു വൈ. ഓക്കെ, ഇനി ഒരു എക്സ്പ്രഷനും കൂടെ സാധ്യമാണ്. എഫ് ഡാഷ് ഇസഡ് ഈക്വൽ ടു യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് വി എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ. ഓക്കെ, യു എക്സ് ഈക്വൽ ടു യു എക്സിന് പകരം എന്ത് കൊടുക്കാം? വി വൈ എന്ന് കൊടുക്കാം. പ്ലസ് വി എക്സിന് പകരം എന്ത് കൊടുക്കാം? നെഗറ്റീവ് യു വൈ എന്ന് കൊടുക്കാം. ദറ്റ് ഈസ് വി വൈ മൈനസ് ഐ യു വൈ. ഓക്കെ, all these expressions give the same value, that is derivative. ഡെറിവേറ്റീവിനുള്ളപ്പോൾ 4 ഫോർമുല നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തേത് യു എക്സ് പ്ലസ് ഐ വി എക്സ്, അതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. എഫിൻ്റെ റിയൽ പാർട്ടിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ജസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, റിയൽ പാർട്ടിൻ്റെയും ഇമാജിനറി പാർട്ടിൻ്റെയും. രണ്ടാമത്തെ എക്സ്പ്രഷനിൽ നോക്കൂ, വി എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമേ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളൂ. എഫിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ 2 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഫോർമുല എഴുതിയിരിക്കുന്നത്. ഓക്കെ,
മൂന്നാമത്തെ ഫോർമുലയിലോ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് എഫിൻ്റെ റിയൽ പാർട്ട് മാത്രമേ അവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ, അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. നാലാമത്തേതിൽ യുവും വിയും ഉണ്ട്, പക്ഷേ യുവിൻ്റെയും വിൻ്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തേതിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ്, ആ പോയിന്റിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമുക്ക് എഫിൻ്റെ റിയൽ പാർട്ടിൻ്റെയും ഇമാജിനറി പാർട്ടിൻ്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ് അറിയേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ, ഒന്നെങ്കിൽ റിയൽ പാർട്ടിൻ്റെ അല്ലെങ്കിൽ ഇമാജിനറി പാർട്ടിൻ്റെ ഡെറിവേറ്റീവ്സ് അറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്ത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും, ഡെറിവേറ്റീവ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതോടുകൂടി നമുക്ക് ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. സോ ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ്, അതിൻ്റെ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ്, എപ്പോഴാണ് ഡിഫറൻഷ്യബിൾ ആവുക എന്ന് നമ്മൾ കണ്ടു. ഡിഫറൻഷ്യബിൾ ആവുന്നത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് കണ്ടു. ഡെറിവേറ്റീവ് എഴുതുന്നത് എങ്ങനെയാണെന്നും നമ്മുടെ ഡിസ്കഷനിൽ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അനലിറ്റിക് ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. അത് അടുത്ത ഡിസ്കഷനിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.